ഒരു ഹലോ കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ KSEB വർക്കേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കോർഡിനേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലയിൽ തദ്ദേശീയരായ പരമാവധി ജീവനക്കാരെ പ്രവേശിപ്പിക്കുക എന്നൊരു ഉദ്ദേശവും, കൂടാതെ നമ്മുടെ വ്യവസായത്തിലേക്ക് കഴിവുറ്റ ഒട്ടേറെ ആളുകളെ ഇതില് യോഗ്യരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് സംഘടിപ്പിച്ചു പോരുന്ന ഒരു പരിശീലന പ്രോഗ്രാമാണിത്. ഇതില് നമ്മുടെ KSEBയിൽ ഇപ്പൊ നിലവിൽ ജോലി ചെയ്യുന്നവരായിട്ടുള്ള ഈ സംഘടനയുടെ കരുത്തുറ്റ സഖാക്കള് ഒട്ടേറെ പരിശ്രമങ്ങൾ ഇതിന് പിന്നിൽ ഇപ്പൊ നമ്മൾ കാണുന്ന, ഇന്നിപ്പോ നമുക്കിവിടെ ക്ലാസ് എടുക്കുന്ന ബിനി മാഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ ഈ നമ്മുടെ ക്ലാസ് കോർഡിനേറ്റ് ചെയ്യുന്ന സുജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സുജിത്ത് മഞ്ചേരി ഡിവിഷൻ സെക്രട്ടറിയാണ്. അദ്ദേഹമൊക്കെ ഇതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു എഫേർട്ട് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സിനെ ഒട്ടും നിസ്സാരമായി കാണാതെ വളരെ പ്രാധാന്യത്തോടുകൂടി കണ്ട് പരമാവധി നമുക്ക് ഈ ക്ലാസ്സിൽ നിന്നും കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും പരമാവധി ശേഖരിക്കുക, അതിനെ ഗൗരവത്തോടെ കാണുക, നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമുക്കറിയാലോ, ഒട്ടേറെ മോക്ക് ടെസ്റ്റുകൾ ദിവസവും നമ്മൾ ഓരോ മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ റിലേറ്റഡ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തി പോകുന്നുണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റിൽ ഓറിയന്റഡ് ആയിട്ടുള്ള വളരെ മുൻകാലങ്ങളിൽ PSC എക്സാമിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകൾ സ്കൂട്ടൺ ചെയ്ത് വളരെ സംക്ഷിപ്തമായ രൂപത്തിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ആ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് പങ്കെടുത്ത് ഈ ടെസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മുൻകാലങ്ങളിൽ PSCയിൽ വന്നിട്ടുള്ളതായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊക്കെ ആ ഗൗരവത്തിൽ കണ്ട് പരമാവധി ആളുകൾ ആ മോക്ക് ടെസ്റ്റുകൾ പങ്കെടുക്കുക, എല്ലാ ക്ലാസ്സുകളും കൃത്യസമയത്ത് അറ്റൻഡ് ചെയ്യുക. എന്നാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ആത്മാർത്ഥതയോടെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ഇതിൽ KSEBയിൽ കയറാനുള്ള അവസരമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. കാരണം അത്രയധികം വേക്കൻസികൾ വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തതിൽ നിന്നും 4-5 മടങ്ങ് വരെ ആളുകളെ ഈ പോസ്റ്റിലേക്ക് നിയമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ ഏതാണ്ട് 10-15 വർഷത്തോളായിട്ട് വർക്കർ തസ്തികയിൽ എക്സാം നടത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയേറെ വേക്കൻസികൾ ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അത് ആ ഗൗരവത്തിൽ കണ്ട് ഇതിന് പ്രയത്നിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇതിൽ കയറാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതിനുള്ള പ്രയത്നം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് ആലത്തിയൂർ സെക്ഷനിലെ സബ് എഞ്ചിനീയർ ആയിട്ടുള്ള ബിനി മാഡമാണ്. അദ്ദേഹം കോഴിക്കോട് ഫറൂഖ് സ്വദേശിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ എന്താ പറയുക, നമുക്ക് ഭാഗ്യമെന്ന് പറയാം മാഡത്തിനെ ഈ ക്ലാസ്സിന് ലഭിച്ചിട്ടുള്ളത്. കാരണം മുമ്പ് ITIയിലും മറ്റുമൊക്കെ ക്ലാസ് എടുത്ത് പരിചയമുള്ളതും ഈ മേഖലയിൽ നിരന്തരം ബന്ധപ്പെടുന്നതും, അതായത് PSC എക്സാമുകളും മറ്റുമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നൊക്കെ ആളായതുകൊണ്ട് തന്നെ ഇതിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ള ഉറപ്പ് ഞാൻ പറയാണ്. അപ്പോൾ ഈ ക്ലാസ്സിന് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ ക്ലാസ്സിനായിട്ട് വളരെയേറെ എഫേർട്ട് അവരെടുത്തിട്ടുണ്ട്. അത്രയും ഗൗരവത്തിൽ അത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം ആദ്യമായിട്ട് ഞാൻ ബിനി മാഡത്തെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യണം. പിന്നെ ഈ ക്ലാസ് കോർഡിനേറ്റ് ചെയ്യുന്ന സുജിത്ത് മഞ്ചേരി ഡിവിഷൻ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ ക്ലാസ്സിൽ ഇതിന്റെ ക്ലാസ്സിന്റെ അവസാന ഭാഗത്ത് നന്ദി പറയുന്നത് തിരൂർ ഡിവിഷനിലെ സംസ്ഥാന കമ്മിറ്റി അംഗം ഗണേശനാണ്. ഗണേശനെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ ക്ലാസ്സിൽ താല്പര്യത്തോടു കൂടി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ക്ലാസ് തുടരുന്നതിന് വേണ്ടിയിട്ട് ബിനി മാഡത്തെ സ്വാഗതം ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? യെസ് ബിനി.
പിന്നെ നിങ്ങളെ സ്ലൈഡിന്റെ താഴത്തെ ഒരു ഹൈഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. യെസ്, ഓക്കെ ഓക്കെ, കറക്റ്റ്. സ്റ്റാർട്ട് ചെയ്തോളൂ. എല്ലാവർക്കും നമസ്കാരം. മാഗ്നറ്റിക്സ് ആണ് നമ്മുടെ ടോപ്പിക്. അതിൽ മെയിൻ ആയിട്ട് നമുക്കുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഇലക്ട്രോമാഗ്നറ്റിസം, ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആൻഡ് റൈറ്റ് ഹാൻഡ് റൂൾ, MMF, ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ, കപ്പാസിറ്റർ, ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ്. ഇപ്പൊ തന്നെ ഇതിൽ കുറെ പേരുകൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പ്രീവിയസ് ഡേയ്സിലൊക്കെ ത്രൂ ഔട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് ഭാഗങ്ങൾ, അതായത് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നോട്ട്സ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് മാഗ്നറ്റിക് ഫോഴ്സസും അതിന്റെ ഫോഴ്സ് ഫീൽഡിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. മാഗ്നറ്റ് എന്ന് പറഞ്ഞാല് ഒബ്ജക്റ്റ് ക്യാൻ ക്രിയേറ്റ് ഇൻവിസിബിൾ ഫോഴ്സ് ആണ് കോൾഡ് മാഗ്നറ്റിക് ഫീൽഡ്. ചുറ്റും എന്തുണ്ടായിരിക്കും? ഇൻവിസിബിൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ഫോഴ്സ് ഫീൽഡ് ആക്ട് ഓൺ അതർ മെറ്റീരിയൽ. ദിസ് ഫോഴ്സ് ഫീൽഡ് ക്യാൻ ആക്ട് ഓൺ അതർ മെറ്റീരിയൽസ്. അതായത് ഈ ഇത്തരം മെറ്റീരിയൽസിന്, മാഗ്നറ്റിസം ഇൻബിൽട്ട് ആയിട്ടുള്ള മെറ്റീരിയൽസിന് തൊട്ടടുത്തിരിക്കുന്ന മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ഫീൽഡ് ഉണ്ടാക്കാനുള്ള കഴിവ് കൂടി ഉണ്ടായിരിക്കും. പിന്നെ കോമൺലി പറയുമ്പോൾ ഇതിന് രണ്ട് പോൾസ്, എവറി മാഗ്നറ്റ് ഹാസ് 2 പോൾസ്, നോർത്ത് ആൻഡ് സൗത്ത് പോൾ. ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾ അട്രാക്ട് ഈച്ച് അതർ. കീ പോയിന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം, ദ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് സ്ട്രോങ്ങർ നിയർ ദ പോൾസ്. ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഇതിന്റെ രണ്ട് പോൾസിന്റെ എൻഡുകളിൽ, സൗത്ത് നോർത്ത് പോളുകളിൽ എവിടെയാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കൂടുതലായിട്ട് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എൻഡ് പോൾസിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്, ദ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് സ്ട്രോങ്ങർ നിയർ ദ പോൾസ് എന്ന് പറയുന്നത്. വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ ആവർത്തിക്കുന്ന ഒരു ചോദ്യത്തിൽ വരുന്ന ഒരു കാര്യമാണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഓഫ് എ മാഗ്നറ്റ് ഈസ് മാക്സിമം അറ്റ് ഇറ്റ്സ് ഓപ്ഷൻ എ സെന്റർ, ഓപ്ഷൻ ബി പോൾസ്, ഓപ്ഷൻ സി മിഡിൽ റീജിയൻ, ഓപ്ഷൻ ഡി സർഫസ്. ആൻസർ ഇതിനകത്തുണ്ടല്ലോ, ആർക്കെങ്കിലും പറയാം. ആൻസർ ഒന്ന് പറയോ? പോൾസ്. Okay. Next question. Magnetic field lines. First one, intersect each other, start and end randomly, never cross each other, exist only inside the magnet. വേറെങ്കിൽ ഒരു അടുത്ത ആള്. ആരുല്ലേ? Never cross each other. എന്ത് പറ്റി? ഹലോ? Option C. Never cross each other. Like poles of a magnet, attract each other, repel each other, do not interact, melt together. Option B. Okay. When a bar magnet is cut into 2 pieces, each piece will have only north pole, only south pole, both north and south pole, no magnetism. Both north and south pole. Option C. Okay. The magnetic field around a magnet is visible to the naked eye, invisible, blue in color, red in color. Invisible. ഓക്കെ, അതായത് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിന്റെ പ്രത്യേകത നമ്മളെ കൺഫ്യൂഷൻ ആക്കുക എന്നുള്ളതാണ്. അതിൽ ഏതല്ല എന്നുള്ളത് അറിയാന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റ് ആണ്. മാഗ്നറ്റ്സിന് മെയിൻ ആയിട്ട് 2 ക്ലാസിഫിക്കേഷൻ, നാച്ചുറൽ മാഗ്നറ്റും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റും. അതിൽ നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ നോർമലി കാണുന്ന മാഗ്നറ്റ്സ്. ഫസ്റ്റ് വണ് ലോഡ് സ്റ്റോൺ, അതിന് എക്സാമ്പിൾ. അത് വേറൊരു ഫോം ഓഫ് മാഗ്നറ്റൈറ്റ്. അതിന് വീക്ക് സ്ട്രെങ്ത് ആയിരിക്കും, ഇറഗുലർ ഷേപ്പ്, അൺഅൾട്ടറബിൾ പോൾസ് ആണ് നാച്ചുറൽ മാഗ്നറ്റ്സിന്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന, കൃത്രിമമായിട്ട് നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന മാഗ്നറ്റ്സിനെയാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് 2 ടൈപ്പ് ഉണ്ട്, പെർമനന്റ് മാഗ്നറ്റും ടെമ്പററി മാഗ്നറ്റും. പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അറിയാലോ പെർമനന്റ് മാഗ്നറ്റ് എന്താണ്? ഇത് നമ്മുടെ ഇന്ററാക്റ്റീവ് സെക്ഷൻ ആട്ടോ നല്ലത്. നമ്മൾ ഒരാൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് നോർമൽ മാഗ്നറ്റ്. അതെ, അതിന്റെ പ്രത്യേകത എന്താണ്? ഫോഴ്സ് പെട്ടെന്ന് ഡിക്രീസ് ആവില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. അതെ, അതിന് ഹൈ റിറ്റന്റിവിറ്റി ആണ്.
മറ്റ് മെറ്റീരിയൽസിനെ അപേക്ഷിച്ച്, അതായത് അതിനകത്ത് മാഗ്നറ്റിസം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈ റിറ്റൻറ്റിവിറ്റി കാരണം എന്ത് പറ്റും, അതിനകത്തുള്ള പെർമനന്റ് മാഗ്നറ്റിസത്തിന്റെ ആ ഫീച്ചർ അതിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്ത് നിൽക്കും. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് സ്റ്റീല്, അൽനിക്കോ, നിയോഡൈമിയ. അത് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കണേ. സ്പീക്കേഴ്സ്, PMMC മീറ്റേഴ്സ്, സ്മോൾ DC മോട്ടോഴ്സ്. ഇപ്പോൾ ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ് PMMC മീറ്റേഴ്സിൽ യൂസ് ചെയ്യുന്ന മാഗ്നറ്റ് ഏത് ടൈപ്പ് മാഗ്നറ്റ് ആണെന്നുള്ളത്. പെർമനന്റ് മാഗ്നറ്റ് എന്നുള്ള ഓർത്തിരിക്കുക. നെക്സ്റ്റ് ടെമ്പററി മാഗ്നറ്റ് അഥവാ ഇലക്ട്രോ മാഗ്നറ്റ്, അതായത് നമ്മൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എക്സ്റ്റേണൽ ആയിട്ട് കൊടുത്തിട്ട് മാഗ്നറ്റ് ആക്കി മാറ്റും. അതായത് മാഗ്നറ്റൈസ്ഡ് ഓൺലി വൈൽ ഇലക്ട്രിക് കറന്റ് ഫ്ലോസ്. അത് ഫ്ലോ ചെയ്യുന്ന സമയത്ത് മാത്രം എന്താവുള്ളൂ, മാഗ്നറ്റ് ആയിട്ട് മാറുള്ളൂ. അതിനുശേഷം അത് അതിന്റെ നോർമൽ എന്താണോ അതിന്റെ ഫീച്ചർ എന്നുള്ള അതിലോട്ട് മാറും. ഇത്തരം മെറ്റീരിയൽസിന് ഹൈ പെർമിബിലിറ്റി ആണ്. പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടേംസ് കേട്ടിട്ട് ഓർമ്മ ഉണ്ടോ? പെർമിബിലിറ്റി ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? പെർമിബിലിറ്റി എന്താണ്? The ability of a material to passes the line of magnetic lines of force. Yes. അപ്പൊ എബിലിറ്റി ആണ് ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കടത്തിവിടാനുള്ള മെറ്റീരിയലിന്റെ കഴിവാണ് പെർമിബിലിറ്റി എന്ന് പറയുന്നത്. അതേപോലെ ലോ റിറ്റൻറ്റിവിറ്റി ആണ്. പക്ഷെ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ആ മാഗ്നറ്റിസം നമ്മൾ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഫീൽഡ് ഒഴിവാക്കുന്ന അതേ സമയത്ത് തന്നെ അതിന് നഷ്ടപ്പെടുകയും ചെയ്യും. അത്തരം മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ് സോഫ്റ്റ് അയൺ. അതിന്റെ ആപ്ലിക്കേഷൻസ് ഇലക്ട്രിക് ബെല്ല്, റിലേസ്, ട്രാൻസ്ഫോമേഴ്സ്, ക്രെയിൻസ്. അപ്പൊ ഇത്ര എക്സാമ്പിൾസ് നിങ്ങൾ കാര്യമായിട്ട് ഓർത്തിരിക്കുക. പെർമനന്റ് മാഗ്നറ്റിന് എക്സാമ്പിള്, ടെമ്പററി മാഗ്നറ്റിന് എക്സാമ്പിള്, നാച്ചുറൽ മാഗ്നറ്റ് ലോഡ് സ്റ്റോൺ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ. ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് എ ടെമ്പററി മാഗ്നറ്റ് ഡിസപ്പിയേഴ്സ്. ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ എല്ലാവരും അല്ലെ? The magnetic property of a temporary magnet disappears. ഓപ്ഷൻ വായിക്കണോ? ബി. ഹലോ, ഓപ്ഷൻ വായിക്കണോ? Okay. When the external magnetic field is removed, it will loses its magnetic property. That is a temporary magnet. അല്ലെ? ടെമ്പററി മാഗ്നറ്റിന് എക്സ്റ്റേണൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന്റെ മാഗ്നറ്റിസം നഷ്ടപ്പെടും. അടുത്ത ക്വസ്റ്റ്യൻ. എ ടെമ്പററി മാഗ്നറ്റ് ഓർ ഇലക്ട്രോ മാഗ്നറ്റ് ഈസ് യൂഷ്വലി മെയ്ഡ് ഓഫ് മെറ്റീരിയൽ നമ്മൾ നേരത്തെ മുകളിൽ കണ്ടു. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് കൊമേഴ്ഷ്യൽ മെത്തേഡ് ഓഫ് മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ്. അത് ഇൻഡക്ഷൻ മെത്തേഡ് എന്ന മെത്തേഡാണ് കേട്ടോ. ആ മെത്തേഡ്സ് കംപ്ലീറ്റ് നിങ്ങളുടെ ബുക്കിലുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തിട്ടില്ല. അതിൽ ഇൻഡക്ഷൻ മെത്തേഡ് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് ഇവിടെ വെച്ചേ ഉള്ളൂ. കൊമേഴ്ഷ്യൽ മെത്തേഡ് മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ്, ഇൻഡക്ഷൻ മെത്തേഡ്. നേരത്തെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. എ നാച്ചുറൽ മാഗ്നറ്റ് ഈസ് കോൾഡ് ഓക്കെ. Lodestone is naturally magnetized in the form of magnetite. നേരത്തെ മുകളിൽ ആ ഓപ്ഷനിൽ കണ്ടില്ലേ? ലോഡ്സ്റ്റോൺ ഓർ മാഗ്നറ്റൈറ്റ്, നാച്ചുറൽ മാഗ്നറ്റിൽ വരുന്നത്. ഓക്കെ. Which of the following is a permanent magnet material? താഴെ കൊടുത്തിരുന്ന മെറ്റീരിയൽസിൽ ഏതൊരു മെറ്റീരിയൽ നമുക്ക് പെർമനന്റ് മാഗ്നറ്റ് ആക്കാൻ പറ്റുന്നത്? സോഫ്റ്റ് അയൺ ആണോ, സ്റ്റീൽ ആണോ, കോപ്പർ ആണോ, അലുമിനിയം ആണോ? സ്റ്റീല്. ഓക്കെ. മീൻസ് മാഗ്നറ്റിക് മെറ്റീരിയൽസിന് അഥവാ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ മെയിൻ ആയിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക്. ഈ ചാർട്ട് ഇങ്ങനെ തന്നെ ഓർത്തിരിക്കുക. ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ സ്ലൈറ്റ്ലി റിപ്പൽ ബൈ എ മാഗ്നറ്റ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? നെക്സ്റ്റ് കോളത്തിലേക്ക് നോക്കുക. പാരാമാഗ്നറ്റ് സ്ലൈറ്റ്ലി അട്രാക്ട് ബൈ എ മാഗ്നറ്റ്, ഫെറോ മാഗ്നറ്റിക് സ്ട്രോങ്ലി അട്രാക്ട് ബൈ എ മാഗ്നറ്റ്. അപ്പൊ ഇത് വെച്ചിട്ട് തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സ്ലൈറ്റ്ലി റിപ്പൽ ചെയ്യുന്നത് ഏതാണ്, സ്ലൈറ്റ്ലി അട്രാക്ട് ചെയ്യുന്നത് ഏതാണ്, പാരാമാഗ്നറ്റ് ഇതിൽ 3 ഏതിൽ പെടുന്നു എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതേപോലെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് നെഗറ്റീവ് മാഗ്നറ്റൈസേഷൻ ആണ്, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് പോസിറ്റീവ് മാഗ്നറ്റൈസേഷൻ ആണ്, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിനും പോസിറ്റീവ് മാഗ്നറ്റൈസേഷൻ ആണ്. പിന്നെ ഈ 2 ടേംസ് മ്യൂആർ, എക്സം, ഈ 2 ടേംസ് എന്താണെന്നറിയാമോ? ഇത് നമ്മൾ താഴത്തോട്ട് വന്നിട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുമ്പോഴാണ് ഈ ടേംസ് അതിൽ വരിക. അതിൽ മുന്നേ നിങ്ങൾ ഈ കോളത്തിൽ ഉൾപ്പെടുത്തിയേ ഉള്ളൂ. മ്യൂആർ എന്താണെന്ന് അറിയാമോ? റിലേറ്റീവ് പെർമിബിലിറ്റി ആണോ? ഓക്കെ ഓക്കെ. എക്സം
സസെപ്റ്റിബിലിറ്റി. ഓക്കെ, അപ്പൊ ഈ ചാർട്ട് ഇത് രണ്ടും ഞാൻ താഴത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിനും ഇതേപോലെ എക്സാമ്പിൾസ് ആണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. പാരാമാഗ്നറ്റിക്കിന് എക്സാമ്പിൾ, ഫെറോമാഗ്നറ്റിക്കിന് എക്സാമ്പിൾ. ഡയാമാഗ്നറ്റിക്കിൽ വരുന്നത് വാട്ടർ, വുഡ്, പേപ്പർ, ഡയമണ്ട്, ഗോൾഡ്, സിൽവർ. അപ്പൊ ഈ മൊത്തം ഞാൻ വായിക്കുന്നില്ല, അതിൽ ബോറാവും. അപ്പൊ നിങ്ങൾ ഈ ഞാൻ തരുന്ന ഈ PDF-നകത്തോട്ട് നോക്കിയിട്ട് എക്സാമ്പിൾസ് ഏതൊക്കെയാന്നുള്ളത് നോക്കി മൈൻഡിൽ ഓർത്ത് വെച്ചാൽ മതി. അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ B. Okay. Which of the following is not a ferromagnetic material? D. Okay. Which material is weakly repelled by a magnetic field? Which material is weakly repelled by a magnetic field? നിക്കൽ. ഏതാ? കോപ്പർ. ഓക്കെ, അപ്പൊ ഇതിലുള്ള കുറച്ച് കീ പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. റിമെമ്പർ ചെയ്യാനുള്ളത്: നാച്ചുറൽ മാഗ്നറ്റ്, ലോഡ് സ്റ്റോൺ അഥവാ മാഗ്നറ്റൈറ്റ്. ടെമ്പററി മാഗ്നറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് സോഫ്റ്റ് അയൺ. പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റീല്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഉൾപ്പെടുന്ന കോപ്പർ, ഗോൾഡ്, സിൽവർ, ബിസ്മിത്ത്. പാരാമാഗ്നറ്റിക്കില് അലൂമിനിയം, പ്ലാറ്റിനം, മഗ്നീഷ്യം. ഫെറോമാഗ്നറ്റിക്കില് അയൺ, കൊബാൾട്ട്, നിക്കൽ. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ടെസ്ല. ഇത്രയും കാര്യങ്ങളൊന്ന് മെമ്മറിയിൽ വെക്കുക. പിന്നെ ക്യൂറി ടെമ്പറേച്ചർ, ഇതൊരു ചോദ്യത്തിൽ വരുന്ന കാര്യമായതുകൊണ്ട് ഇവിടെ ചേർത്തുന്നേ ഉള്ളൂ. ക്യൂറി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ മാഗ്നറ്റിക് മെറ്റീരിയൽ ലോസ് ഇറ്റ്സ് മാഗ്നറ്റിസം. ആ ടെമ്പറേച്ചർ വരെ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ മാഗ്നറ്റിസം അതിന് നഷ്ടപ്പെടും. ആ ടെമ്പറേച്ചറാണ് ക്യൂറി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിന്റെ ടേം മാത്രം ഓർത്തിരിക്കുക. പിന്നെ മാഗ്നറ്റിനെ അതിന്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതാണ് ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. ബാർ മാഗ്നറ്റ്, ഹോഷു മാഗ്നറ്റ്, റിംഗ് മാഗ്നറ്റ്, ഡിസ്ക്, സിലിണ്ടറിക്കൽ, ഫ്ലെക്സിബിൾ, ഇലക്ട്രോ മാഗ്നറ്റ്. അതിനൊക്കെ ആപ്ലിക്കേഷൻസ് അത് എവിടേക്കാ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ ഇത് വെച്ചിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വന്നിട്ട് അതിന് താഴെ പറയുന്ന ഏത് ഷേപ്പിലുള്ള മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റ് വന്നിട്ട് ഈ ആപ്ലിക്കേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്, അങ്ങനെ തിരിച്ചും ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഇത് ഒന്ന് റൗണ്ട് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് വൺ മാഗ്നറ്റിക് ടേംസിലേക്ക് കടക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അറിയാം. ഒരു മാഗ്നറ്റിന് ചുറ്റും അതിന്റെ എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏരിയയാണ് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഇതില് പിന്നെ ഈ ഫിഗറിൽ മാർക്ക് ഞാൻ മൗസ് ഇളക്കുമ്പോൾ കാണുന്നുണ്ടോ? അത് ന്യൂട്രൽ ആക്സിസ് കാണുന്നുണ്ടോ? മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചു തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആവർത്തിച്ച് നിങ്ങളെ അതിനൊരു വിരസത ഉണ്ടാക്കുന്നില്ല. പിന്നെ മാഗ്നറ്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? മാഗ്നറ്റിന്റെ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി, ഡയറക്റ്റീവ് പ്രോപ്പർട്ടി. ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് അത് നിൽക്കുക. നെക്സ്റ്റ് വൺ ഇൻഡക്ഷൻ പ്രോപ്പർട്ടി. ഇൻഡക്ഷൻ പ്രോപ്പർട്ടി എന്താ? ഒരു മാഗ്നറ്റ് തൊട്ടടുത്ത് എവിടെയെങ്കിലും മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിനൂടെ എന്ത് ചെയ്യും? മാഗ്നറ്റ് ആക്കി മാറ്റും. ഇൻഡക്ഷൻ പ്രോപ്പർട്ടി. നെക്സ്റ്റ് വൺ പോൾ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി. അതായത് സിംഗിൾ പോൾ ക്യാൻ നെവർ എക്സിസ്റ്റ്. നേരത്തെ മുകളിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഒരു മാഗ്നറ്റ് മുറിച്ചു കഴിഞ്ഞാൽ ഓരോ പോളായിട്ട് മാറുമോ, അതിനെന്താ പറ്റുന്നതെന്ന്. എന്ത് ചെയ്യും? പോള് ഒരിക്കലും ഒറ്റയ്ക്ക് നിലനിൽക്കില്ല. അത് എപ്പോഴും എന്തായിട്ട് മാറും? 2 പോളായിട്ട് തന്നെ മാറും. നോർത്തും സൗത്തായിട്ട് മാറും. നെക്സ്റ്റ് വൺ ഡീമാഗ്നറ്റൈസിങ് പ്രോപ്പർട്ടി. ഡീമാഗ്നറ്റൈസിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് ഹീറ്റ് ചെയ്യുക, ഹാമർ ചെയ്യുക. അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ട് അതിന് താങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു പ്രഷർ വരുന്ന സമയത്ത് അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. ഡീമാഗ്നറ്റൈസിങ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് വൺ പ്രോപ്പർട്ടി ഓഫ് സ്ട്രെങ്ത്. 6th വൺ പ്രോപ്പർട്ടി ഓഫ് സ്ട്രെങ്ത്. എന്താണ്? നോർത്ത് പോളിന് എത്രയാണോ മാഗ്നറ്റിക് ലൈൻസിന്റെ ആ സ്ട്രെങ്ത് ഉള്ളത് അത്രയും തന്നെയായിരിക്കും സൗത്ത് പോളിനും ഉണ്ടായിരിക്കുക. അടുത്തത് സാച്ചുറേഷൻ പ്രോപ്പർട്ടി. സാച്ചുറേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന് നമ്മൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു മാക്സിമം അതിലെ ഡൊമൈൻസ് ഒക്കെ സെയിം ലൈനിൽ അറ്റൈൻ ചെയ്ത് മാക്സിമം അതിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ
വീണ്ടും നമ്മൾ മാഗ്നറ്റ് ആവാൻ വേണ്ടിയിട്ട് എനർജി കൊടുത്തിട്ട് കാര്യമില്ല. അതിന്റെ സാച്ചുറേഷനിൽ എത്തി, അതിനെ കൊണ്ട് അത്രേ പറ്റൂ, അതിന്റെ മാക്സിമം ലെവലിൽ എത്തി. അതാണ് അതിന്റെ സാച്ചുറേഷൻ പ്രോപ്പർട്ടി. അതിനങ്ങോട്ട് നമ്മൾ വീണ്ടും സാച്ചുറേഷൻ പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. അത് അതിന്റെ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ സാച്ചുറേഷൻ പ്രോപ്പർട്ടി. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ. അത് നേരത്തെ പഠിച്ചത് തന്നെ, ലൈക്ക് പോളും അൺലൈക്ക് പോളും. മാഗ്നറ്റിക് ലൈൻസ് എപ്പോഴും ഒരു മാഗ്നറ്റിന്റെ നോർത്ത് ടു സൗത്ത് ആണ് ഔട്ട്സൈഡിൽ ട്രാവൽ ചെയ്യുന്നത്, ഇൻസൈഡ് സൗത്ത് ടു നോർത്ത്. ഇറ്റ് ഫോം എ ലൂപ്പ്. അതൊരു ലൂപ്പ് രൂപത്തിലാണ് മാഗ്നറ്റിക് ലൈൻസ് സഞ്ചരിക്കുന്നത്. ഡു നോട്ട് ക്രോസ് ഈച്ച് അതർ. അതൊരു ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, പരസ്പരം കൂട്ടിമുട്ടില്ല. അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിസത്തിലേക്ക് കടക്കുകയാണ്. വാട്ട് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ്? എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാല്? പറയോ, ആരെങ്കിലും പറയോ എന്താ ഇലക്ട്രോ മാഗ്നറ്റ്? ഇങ്ങനെ ഡീപ്പായിട്ട് പോകണ്ടെന്നാണ്, ജസ്റ്റ് പറഞ്ഞാൽ മതിയോ? എന്താണ്? അതെ അതെ. ഓൺ പാസിംഗ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാത്രം എന്തായി മാറും? ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് ടെമ്പററി മാഗ്നറ്റ്. അതിന്റെ 2 പോയിന്റ്സ്, ഈ 2 പോയിന്റ്സ് നന്നായിട്ട് ഓർത്തിരിക്കുക. റിമെയിൻസ് മാഗ്നറ്റ് ആസ് ലോങ് ആസ് കറണ്ട് ഈസ് ഫ്ലോയിങ്. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാത്രമേ എന്താവുള്ളൂ? മാഗ്നറ്റ് ആവുള്ളൂ. അതിന്റെ പൊളാരിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. അതിന്റെ പൊളാരിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? കറണ്ട് ഫ്ലോയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ എ വയർ. അതായത് ഒരു വയറിലൂടെ നമ്മൾ കറണ്ട് കടത്തി വിടുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്ന ഡയറക്ഷനാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഒന്നില് നമ്മുടെ അടുത്തോട്ട് വരുന്ന രീതിയിൽ കറണ്ട്, മറ്റേതില് നമ്മളിൽ നിന്നും ലീവ് ചെയ്യുന്ന രീതിയിൽ, നമ്മളിൽ നിന്ന് ദൂരത്തേക്ക് കറണ്ട് പോകുന്ന രീതിയിൽ 2 ഡയഗ്രാം. ഒന്ന് ഫ്ലോയിങ് ടുവേർഡ്സ് ദ ഒബ്സർവർ ആണ്, ഒന്ന് എവേ ഫ്രം ദ ഒബ്സർവർ ആണ്. രണ്ടിലും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടായിരിക്കുന്നത് ഒന്നില് ആന്റി ക്ലോക്ക് വൈസും ഒന്നില് ക്ലോക്ക് വൈസും. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയും ഡയറക്ഷൻ, എന്തിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. നെക്സ്റ്റ് വൺ, റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. ഇങ്ങനെ ഒരു വയറിന്റെ അകത്തൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി 2 റൂൾസ്, റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളും കോർക്ക് സ്ക്രൂ റൂളും. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളിനകത്ത് ഇതേപോലെ വയർ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. അതുപോലെ തന്നെ കോർക്ക് സ്ക്രൂ റൂൾ. കോർക്ക് സ്ക്രൂ റൂൾ എന്ന് പറഞ്ഞാൽ ഒരു കോർക്കിനകത്തോട്ട് ദ ഹാൻഡിൽ ഓഫ് ദ കോർക്കിന്റെ സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്ത് ഉള്ളോട്ട് പോകുന്ന അനുസരിച്ച് അത് ഇറങ്ങുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ടും, നമ്മൾ ഇരിക്കുന്ന ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും. അപ്പൊ 2 റൂൾസ്, വയറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് അറിയാനുള്ള 2 റൂള്, റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളും കോർക്ക് സ്ക്രൂ റൂളും. ഇനി കറണ്ട് ക്യാരിങ് ഇൻ പാരലൽ കണ്ടക്ടേഴ്സ്. പാരലൽ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? 2 കണ്ടക്ടേഴ്സ് പാരലൽ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കറണ്ട് ഫ്ലോ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അവ തമ്മിൽ അകന്നു പോകും. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കറണ്ട് ഫ്ലോ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വയർ മൂവ് അപ്പാർട്ട്. നെക്സ്റ്റ് വൺ, കറണ്ട് ഫ്ലോ ഇൻ ദ സെയിം ഡയറക്ഷൻ ബ്രിങ് വയർ ടുഗദർ. 2 കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലൂടെ കറണ്ട് ഡിഫറെന്റ് ഡയറക്ഷനിൽ കടത്തി വിടുകയാണെങ്കിൽ അവ അകന്നു പോവുകയും 2ഉം സെയിം ഡയറക്ഷനിലാണെങ്കിൽ അവ തമ്മിൽ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക്സ് ഇൻ എ ലൂപ്പ്. ഇപ്പൊ നമ്മളൊരു വയറിന്റെ അകത്തോട് സിംഗിൾ സ്ട്രാൻഡ് വയറാണ് നമ്മൾ ഇപ്പൊ നേരത്തെ കണ്ടത്. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക്സ് ഇൻ എ ലൂപ്പാണ്. ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയർ നമ്മൾ എന്ത് ചെയ്യാണ്? ലൂപ്പാക്കി നമ്പർ ഓഫ് ടേൺസ് ചുറ്റി എടുക്കുകയാണ്. ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ലൂപ്സ് ദ സ്ട്രോങ്ങർ ദ മാഗ്നറ്റിക് ഫീൽഡ് ബിക്കംസ്. അതില് നമ്മൾ ടേൺസിന്റെ എണ്ണം കൂട്ടുമ്പോൾ എന്താ വരുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും കൂടി വരും. അപ്പൊ ഇത് വെച്ചിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ അകത്ത് ടേൺസിന്റെ എണ്ണവും പിന്നെ കോർ മെറ്റീരിയലും
അതനുസരിച്ച് മാഗ്നറ്റിക്സ് എങ്ങനെ വ്യത്യാസപ്പെടുന്നു ചോദ്യങ്ങൾ ചോദിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ കോയിൽ ക്യാൻ ബി മെയ്ഡ് സ്ട്രോങ്ങർ ബൈ കീപ്പിംഗ് ആൻ അയൺ കോർ ഇൻസൈഡ് ദ കോയിൽ. അപ്പൊ ഒരു കോയിലിന്റെ അകത്തോട്ട് അയൺ കോർ ഇൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ടീച്ചർ കൂടെ ആരെ മ്യൂട്ട് ചെയ്യണേ. സോഫ്റ്റ് അയൺ ആണ് നോർമൽ ആയിട്ട് കോർ ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. നെക്സ്റ്റ് വൺ, ഇത്തരത്തിലുള്ള കോയിലില് കറണ്ട് ക്യാരി ചെയ്യുന്ന കോയിലിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, അതായത് ഒരു സോളിനോയിഡ്, അതിനകത്തുള്ള ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് റൈറ്റ് ഹാൻഡ് പാം റൂള്. നേരത്തെ പഠിച്ച രണ്ടും എന്താണ്? രണ്ട് സിംഗിൾ വയേഴ്സിന്റെ അകത്ത് അറൌണ്ട് ദ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് കാണാനാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളും റൈറ്റ് ഹാൻഡ് കോർക്ക് സ്ക്രൂ റൂളും. ഇത് സോളിനോയിഡിനകത്തുള്ളത് കണ്ടുപിടിക്കാൻ റൈറ്റ് ഹാൻഡ് പാം റൂള്. നമ്മുടെ പാമിനകത്ത് ഇങ്ങനെ സോളിനോയിഡ് പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ തമ്പ് ഒഴികെ ബാക്കി എല്ലാ വിരലുകളും കറണ്ടിന്റെ ഡയറക്ഷനെ കാണിക്കുമ്പോൾ തമ്പ് എന്ന് കാണിക്കുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിലെ നോർത്ത് പോളിനെ കാണിക്കും. നെക്സ്റ്റ്, മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഫോർ ടെമ്പററി മാഗ്നറ്റ്. ടെമ്പററി മാഗ്നറ്റ് ആയിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് അയൺ, സിലിക്കൺ സ്റ്റീല്, പെർമലോയ്, മമ്മെറ്റൽ. ഇത്രയും മെറ്റീരിയൽസ്. അതിലെ മെറ്റീരിയൽസ് ഓർത്തിരിക്കുക, നേരത്തെ പറഞ്ഞ പോലെ. നെക്സ്റ്റ് വൺ, മാഗ്നറ്റിക് സർക്യൂട്ട് ആണ്. നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ട് നിങ്ങൾക്ക് അറിയാം, ഒരു സോഴ്സ് ഉണ്ടാവും, ലോഡ് ഉണ്ടാവും, കണക്റ്റിംഗ് വയേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ മാഗ്നറ്റിസത്തിലും നമുക്ക് സർക്യൂട്ട് ഉണ്ട്. അതിന് ഇക്വലന്റ് ആയിട്ട് അനലോഗി ആയിട്ട് നിങ്ങൾക്ക് ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും പഠിക്കാനും ഉണ്ട്. അതിൽ മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ്, നമ്മുടെ EMF-ന് ഇക്വലന്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുന്ന ഇതാണ് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ്. അതെന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ടേൺസും അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും. ആംബിയർ ടേൺസ് ഇസ് ദ യൂണിറ്റ്. അപ്പൊ MMF-ന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ടേൺസ്. EMF-ന് ഇക്വലന്റ് ആണ് MMF, അതിന്റെ യൂണിറ്റ് ആംബിയർ ടേൺസ്. നെക്സ്റ്റ് വൺ, റിലക്റ്റൻസ്. അത് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ S ആണ്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ റെസിസ്റ്റൻസിന് ഈക്വൽ ആയിട്ടുള്ള കമ്മോഡിറ്റി ആണ് റിലക്റ്റൻസ്. റിലക്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. S = L / μ0 μr A. അതിൽ ഓരോ ടേംസും എന്തെന്നുള്ളത് താഴത്ത് കൊടുത്തിട്ടുണ്ട്. S എന്നുള്ളത് നമ്മൾ ഡിനോട്ട് ചെയ്തത് റിലക്റ്റൻസ്, Ni/, I is the length of the magnetic path. I അല്ലാതെ വരുന്നത് L ആണ്, നോക്കണം കേട്ടോ, അതിവിടെയുള്ള L ആണ് കാണിക്കുന്നത്. μ0 is the permeability of free space. μr is the relative permeability. അത് രണ്ടും താഴത്തോട്ട് വരുന്നുണ്ട്, അപ്പൊ പറഞ്ഞുതരാം. μ0 ഉം μr ഉം. A is the cross sectional area of the magnetic path. ഇതിൽ പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റിലക്റ്റൻസിന്റെ യൂണിറ്റ് ആംബിയർ ടേൺസ് പെർ വെബർ. അത് ഓർത്തിരിക്കുക കേട്ടോ. റിലക്റ്റൻസ് എസിന്റെ യൂണിറ്റ് ആംബിയർ ടേൺസ് പെർ വെബർ, അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, മാഗ്നറ്റിക് ഫ്ലക്സ്, അതിന്റെ യൂണിറ്റ് വെബർ ആണ്. 1 വെബർ = 10⁸ മാക്സ്വെൽ ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അടുത്ത ടേം. ഈ ടേംസ് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതിൽ ഇക്വേഷൻസും അതേപോലെ തന്നെ പഠിച്ചിരിക്കുക. ഈ ഇക്വേഷൻസ് തിരിച്ചും മറിച്ചും ചോദിക്കും. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B = 5/A, that is measured in Tesla. Magnetizing force or magnetic field intensity denoted by H. H is = Ni/L. N number of turns, I is the current flowing through the conductor, L is the length. അത് മെഷർ ചെയ്യുന്നത് ആംബിയർ ടേൺസ് പെർ മീറ്റർ. പെർമിയബിലിറ്റി. നെക്സ്റ്റ്, എബിലിറ്റി ടു ക്യാരി മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിനെ കടത്തിവിടാനുള്ള ഒരു മെറ്റീരിയലിന്റെ കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. μ = B/H. അതിന്റെ യൂണിറ്റ് ഹെൻറി പെർ മീറ്റർ ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ μr = μ / μ0. ദാറ്റ് ഇസ് എ യൂണിറ്റ്ലെസ് റേഷ്യോ ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റിക്ക് യൂണിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് യൂണിറ്റ്ലെസ് റേഷ്യോ ആണ്. ഇത് റേഷ്യോ ആണ്, യൂണിറ്റ്ലെസ് ആണ്. നെക്സ്റ്റ്, അബ്സല്യൂട്ട് പെർമിയബിലിറ്റി, അത് നോട്ട് ചെയ്ത് വെക്കുക. 4.10⁻⁻7 ഹെൻറി പെർ മീറ്റർ. അടുത്തത് റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എയർ 1 ആണ്.
റിലേറ്റീവ് പെർമിബിലിറ്റി ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ എന്റെ റേഞ്ച് കാണിച്ചിരിക്കുന്നുണ്ട് 50 to 2000 ആയിട്ട്. അതായത് വലിയൊരു യൂണിറ്റ് ആണെന്നുള്ളൊരു കൺസെപ്റ്റ്. അയണിന് പെർമിബിലിറ്റി വളരെ കൂടുതലാണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട്. നെക്സ്റ്റ് വൺ, സസെപ്റ്റിബിലിറ്റി ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ XM. മാഗ്നറ്റൈസേഷൻ ടു ദ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ്, അത് റേഷ്യോ ആണ്. മാഗ്നറ്റൈസേഷൻ ടു ദ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് ആണ്. ഇറ്റ് ഈസ് യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി, അത് യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ്. അതിന് ഇക്വേഷൻ X is equal to M divided by H. M എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസേഷൻ, H എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ്. പിന്നെ ഈ ഒരു റിലേഷൻ ഓർത്തിരിക്കുക, റിലേഷൻ μr is equal to 1 plus X. അതായത് സസെപ്റ്റിബിലിറ്റിയും റിലേറ്റീവ് പെർമിബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ μr is equal to 1 plus X. ഇത് ഇങ്ങനെ തന്നെ കാണാതെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇതിലൊരു കാര്യം കൂടി, പെർമിയൻസ് റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ്. മാഗ്നറ്റിസത്തിലെ പെർമിയൻസ് റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ്. പെർമിയൻസ് മാഗ്നറ്റിസിനെ കടത്തി വിടാനുള്ള കഴിവാണ്. റിലക്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? കടത്തി വിടാതിരിക്കാനുള്ള കഴിവാണ്. പെർമിയൻസ് എന്ന് പറഞ്ഞാല് റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ്. ഇത്രയും ഇക്വേഷൻസ് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു മെറ്റീരിയലിന്റെ റിലേറ്റീവ് പെർമിബിലിറ്റി തന്നിട്ടുണ്ട്, മ്യൂസിക്, അത് താഴത്ത് നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റിലേറ്റീവ് പെർമിബിലിറ്റി മ്യൂസ് ഈക്വൽ ടു 4.10⁻⁻⁷ ഹെൻറി പെർ മീറ്റർ ആണ് തന്നിട്ടുണ്ട്. μ0 തന്നിട്ടുണ്ട് 4π ആണ്. ഫൈൻഡ് μr. റിലേറ്റീവ് പെർമിബിലിറ്റി കാണാനാണ് പറഞ്ഞത്. ഇക്വേഷൻ എന്താണ്? μr is equal to μ/μ0 വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക. ആൻസർ 10 ആണ്. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇത് നിങ്ങൾക്ക് ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തതാണ് ക്വസ്റ്റ്യൻസ്. പെട്ടെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്ത് അപ്ലൈ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വീണ്ടും ഒരുപാടെണ്ണം എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്ത് തരാം. നെക്സ്റ്റ് വൺ, റിലേറ്റീവ് പെർമിബിലിറ്റി തന്നിട്ടുണ്ട് 500 ആണ്. X കണ്ടുപിടിക്കാനാണ്. നോക്കുക, ഓപ്ഷൻസ് നോക്കുക, എങ്ങനെയാ ചെയ്തില്ലെങ്കിൽ നോക്കുക. നേരത്തെ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ആണ്, നേരത്തെ ഞാൻ മുകളിൽ പറഞ്ഞു, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണേന്ന്. μr is equal to എന്തായിരുന്നു ഇക്വേഷൻ? μr is equal to മുകളിലേക്ക് പോണോ? μr is equal to 1 plus X. Yes, അതിവിടെ തിരിച്ചങ്ങോട്ടേക്ക് കൊണ്ടുപോയി X കണ്ടുപിടിച്ചു. μr -1, ആൻസർ 499. നെക്സ്റ്റ്, സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. മൈനസ് ആണ്, നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് വാല്യൂ ഉണ്ടാവുക ഏത് മെറ്റീരിയൽസാണ്? പാരാമാഗ്നറ്റിക് ആണോ, ഡയാമാഗ്നറ്റിക് ആണോ, ഫെറോമാഗ്നറ്റിക് ആണോ? നേരത്തെ നമ്മള് നെഗറ്റീവ്, നമ്മളെ ചാർട്ടിൽ ഏറ്റവും മുകളിൽ നെഗറ്റീവ് മാഗ്നറ്റൈസേഷൻ കാണിക്കുന്നത് ആരാ? ഡയാമാഗ്നറ്റിക്. ഓക്കെ, ഞാൻ മുകളിലേക്ക് പോകുന്നില്ല. അടുത്തത് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് തന്നിട്ടുണ്ട് 500 ടേൺസ് ആണ്. കറണ്ട് തന്നിട്ടുണ്ട് 2 ആംപിയർ. MMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? MMF is equal to N into I. N വന്നിട്ടുണ്ട്, ടേൺസ് വന്നിട്ടുണ്ട്, ആംപിയറും തന്നിട്ടുണ്ട്. ആംപിയർ ടേൺസിലാണ് MMF വരുന്നത് യൂണിറ്റ്. നെക്സ്റ്റ്, ദ റിലേറ്റീവ് പെർമിബിലിറ്റി തന്നിട്ടുണ്ട്. സസെപ്റ്റിബിലിറ്റി കാണാനാ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഞാൻ ചോദിച്ച അതേ ഇക്വേഷൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇക്വേഷൻ തിരിച്ചും മറിച്ചതിന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് നന്നായിട്ട് തറവാക്കി പഠിക്കുക. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി തന്നിട്ടുണ്ട് 0.04 വെബർ. പാസ് ചെയ്യുന്ന ഏരിയ തന്നിട്ടുണ്ട്. ബി കാണാൻ, ബി is equal to എന്തായിരുന്നു ഇക്വേഷൻ? എന്തായിരുന്നു ബി? എന്തായിരുന്നു ബി? എന്തായിരുന്നു ഫ്ലക്സ് ഡെൻസിറ്റി? ഫ്ലക്സ് ഡെൻസിറ്റി എന്തായിരുന്നു? 5/A, ഫ്ലക്സ് പെർ ഏരിയ. ഇത് റിലേഷൻ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? കറക്റ്റ് റിലേഷൻ ഇതിൽ ഏതാണ് കാണുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ? μr is equal to X minus 1, μr is equal to 1 plus X, μr is equal to 1 minus X, μ0/μ. ഇതിൽ ഏതാണ് കറക്റ്റ് റിലേഷൻ? μr is equal to X minus 1. അതാണോ? μr is equal to
x plus 1. ഓക്കെ 1 plus x. ഓക്കെ. നെക്സ്റ്റ് അനലോഗിയാണ്. മാഗ്നറ്റിക് ക്വാണ്ടിറ്റിയും ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ജസ്റ്റ് ഒരു കമ്പാരിസൺ. ഇപ്പൊ കുറെ ഓപ്ഷൻസ് തന്നിട്ട് താഴെ പറയുന്നതിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് ഇക്വലന്റ് ആയിട്ട് ഇലക്ട്രിക്കലിൽ ഉള്ളത് എന്താ സാധനം എന്ന് ചോദിക്കും. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിന് അനലോഗി കറണ്ട്, ഫ്ലക്സ് ഡെൻസിറ്റിക്ക് കറണ്ട് ഡെൻസിറ്റി, MMF, EMF, റിലക്റ്റൻസിന് റെസിസ്റ്റൻസ്, പെർമിയബിലിറ്റി, കണ്ടക്ടിവിറ്റി. ഈ ടേംസുകൾ ഓർത്തിരിക്കുക കേട്ടോ. അതിന്റെ ഒരു ഇക്വേഷൻസ് വെച്ചിട്ടും യൂണിറ്റ് വെച്ചിട്ടും ഫ്ലക്സ് MMF ബൈ റിലക്റ്റൻസ്, കറണ്ട് EMF ബൈ റെസിസ്റ്റൻസ്. MMF ആംബിയർ ടേൺസ് EMF, ഫ്ലക്സ് അതിന് ഈക്വലന്റ് ആയിട്ടുള്ളത് കറന്റ്, ഫ്ലക്സ് ഡെൻസിറ്റി കറണ്ട് ഡെൻസിറ്റി, റിലക്റ്റൻസ് റെസിസ്റ്റൻസ്, പെർമിയൻസ് ഇതൊന്ന് ഓർത്തിരിക്കുക. പെർമിയൻസ് 1 ബൈ റിലക്റ്റൻസ്. പെർമിയൻസിന് അനലോഗി ആയിട്ട് ഇലക്ട്രിക്കൽ സർക്യൂട്ടിലുള്ളത് കണ്ടക്ടൻസ്, അത് 1 ബൈ റെസിസ്റ്റൻസ്. റിലക്റ്റിവിറ്റി റെസിസ്റ്റിവിറ്റി, പെർമിയബിലിറ്റി കണ്ടക്ടിവിറ്റി. ഇത്ര ഡയഗ്രാം കണ്ടിട്ടുണ്ടോ എല്ലാരും? ഇതെന്താ കർവ് അറിയില്ലേ? ഈ കർവ് എന്താണ്? ആ, BH കർവിന്റെ കണ്ടിന്യൂവേഷൻ. BH കർവ് ഈ ഒരു പോർഷനേ ഉണ്ടാവുള്ളൂ. BH കർവിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലോസ്ഡ് പാത്ത് ആയി കഴിഞ്ഞാൽ ഇതിന് എന്തെന്നാ പറയല്? എന്ത് ലൂപ്പാ? ഹിസ്റ്റെറിസിസ് ലൂപ്പ്. അപ്പൊ BH കർവ് എന്താന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു മാഗ്നറ്റിക് മെറ്റീരിയലില് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുന്നു എന്ന് കാണിക്കുന്നതാണ് അതിന്റെ BH കർവ്. ഈ BH കർവിൽ കാണിക്കുന്നത് പോലെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് മാഗ്നറ്റൈസിങ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ മാഗ്നറ്റ് പതുക്കെ പതുക്കെ എന്ത് ചെയ്യും? അതിനകത്ത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്ത് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്ത് അത് അതിന്റെ സാച്ചുറേഷൻ പോയിന്റ് വരെ എത്തി മാക്സിമം അതിനകത്ത് എന്ത് ഡെവലപ്പ് ചെയ്യും? മാഗ്നറ്റൈസേഷൻ ഡെവലപ്പ് ചെയ്യും. ഈ പോയിന്റ് ആണ് അതിന്റെ സാച്ചുറേഷൻ പോയിന്റ്. ഈ സാച്ചുറേഷൻ പോയിന്റില് നമ്മളെ മാഗ്നറ്റ് പൂർണ്ണമായിട്ടും മാഗ്നറ്റ് ആയിട്ട് മാറി. ഇനി നമ്മൾ ഇത്രയും നേരം അപ്ലൈ ചെയ്ത മാഗ്നറ്റൈസിങ് ഫോഴ്സ് തിരിച്ച് കുറച്ചു വരികയാണ്. അങ്ങനെ കുറച്ചു വരുമ്പോഴുള്ള പാത്താണ് നേരത്തെ ഇൻക്രീസ് ചെയ്ത അതേ ലൈനിലല്ല ചെയ്യുന്നത്. അത് ഡിക്രീസ് ചെയ്ത് വരുന്ന പാത്താണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ കാണിച്ചിരിക്കുന്ന BR എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടോ? അതായത് കുറച്ച് മാഗ്നറ്റിസം നമ്മൾ കൊടുത്ത് അപ്ലൈ ചെയ്ത ഫീൽഡ് ഒഴിവാക്കി കഴിഞ്ഞാലും ആ മെറ്റീരിയലില് കുറച്ച് മാഗ്നറ്റിസം നിലനിൽക്കും. ആ മാഗ്നറ്റിസം എന്താ പറയാ? റെസിഡ്യുവൽ മാഗ്നറ്റിസം. BR is അതിന്റെ റെമനന്റ് ഫ്ലക്സ് ഡെൻസിറ്റി. ഇതിനകത്തുള്ള ഈ ഡെവലപ്പ് ചെയ്ത അതിനകത്ത് നിലനിൽക്കുന്ന റെസിഡ്യുവൽ മാഗ്നറ്റിസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അതിന് നേരത്തെ അപ്ലൈ ചെയ്തതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ HC എന്ന് പറഞ്ഞ പോയിന്റ് എന്താണെന്ന് അറിയില്ലേ? കോഴ്സീവ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. കോഴ്സീവ് ഫോഴ്സ് പറഞ്ഞാൽ നെഗറ്റീവ്, നേരത്തെ കൊടുത്ത ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആ മാഗ്നറ്റിലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന നെഗറ്റീവ് ഫോഴ്സ് ആണ് കോഴ്സീവ് ഫോഴ്സ്. ഈ ഒരു ടൈമിലാണ് ആ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പൂർണ്ണമായിട്ടും ഫോഴ്സ് ഒഴിവാകുന്നത്. ഇനി ഇതേ നടന്ന ലൂപ്പിൽ തിരിച്ച് നമ്മൾ കൊടുത്ത് നെഗറ്റീവ് സാച്ചുറേഷനിൽ എത്തുന്നു. ഇതൊരു കണ്ടിന്യൂസ് ലൂപ്പായിട്ട് പോകുന്നു. ഇതാണ് ഹിസ്റ്റീരിസിസ് ലൂപ്പ്. ഏത് മെറ്റീരിയലാണ് ഹിസ്റ്റീരിയസ് ലൂപ്പ് വലിയ ഏരിയ ഉണ്ടാവുക? പെർമനന്റ് മാഗ്നറ്റിനാണോ? ഹലോ, വിച്ച് മെറ്റീരിയൽ ഹാവ് ലാർജ് ഹിസ്റ്റീരിയസ് ലൂപ്പ്? പെർമനന്റ് മാഗ്നറ്റ്. മറ്റേതിന് ടെമ്പററി മാഗ്നറ്റ്സിന് സ്മോൾ ആയിരിക്കും. കാരണം പെട്ടെന്ന് തന്നെ മാഗ്നറ്റൈസ് ചെയ്യുക, തിരിച്ച് അതിലെ മാഗ്നറ്റൈസ് ഒഴിവാക്കാനും തിരിച്ചും മറിച്ചും നമുക്ക് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കും. പെർമനന്റ് മാഗ്നറ്റിന് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ആണ്. റിറ്റൻറ്റിവിറ്റി എന്താണ്? കൂടുതലാണ് പെർമനന്റ് മാഗ്നറ്റ്സിന്. മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് ലൂപ്പ് എന്ന് പറഞ്ഞാല് BH കർവ് ഉത്തരം പറഞ്ഞിട്ട് മോട്ട് ചെയ്യാതെ പോകുന്നുണ്ട്. ഓ, ഉത്തരം പറഞ്ഞിട്ട് മോട്ട് ചെയ്യാത്തതുണ്ട് പലരും. നമ്മുടെ ക്ലാസ്സിന്റെ നല്ല ഇതിന് വേണ്ടി എല്ലാവരും ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മ്യൂട്ട് ചെയ്യാനുള്ള ഇതിലേക്ക് വരണം എന്ന് പറയണം. അതുപോലെ തന്നെ ക്ലാസ്സിന് ആരും ഇറങ്ങി പോകരുത്.
കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പോ ഹിസ്റ്റീരിസിസ് ലൂപ്പ് എന്ന് പറഞ്ഞാല് ലാഗ് ആണ്. ലാഗ് ആരെ പിറകിലാണ് ലാഗ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ലാഗ് ബിഹൈൻഡ് ദ മാഗ്നറ്റൈസിങ് ഫോഴ്സ്. മാഗ്നറ്റൈസിങ് ഫോഴ്സിന് പിറകെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ലാഗ് ചെയ്യുക. അതാണ് നമ്മൾ ഹിസ്റ്റീരിസിസ് ലൂപ്പ്. ഈ ലാഗിനെയാണ് ഹിസ്റ്റീരിസിസ് എന്ന് വിളിക്കുന്നത്. ഹിസ്റ്റീരിസിസ് ലൂപ്പിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് ലോസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോ ഹിസ്റ്റീരിസിസ് മ്യൂട്ട് ചെയ്യാത്തവരുണ്ടോ? ഇതിന് ഈ ആക്സിസിൽ കാണുന്നതാണ് മാഗ്നറ്റൈസിങ് ഫോഴ്സ്. അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, സാച്ചുറേഷൻ പോയിന്റ്. ഇത് വീണ്ടും ഒരിക്കൽ കൂടി കാണിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴത്തുണ്ട്. ഈ ആക്സിസിൽ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, സാച്ചുറേഷൻ പോയിന്റ്, റെസിജ്വൽ മാഗ്നറ്റിസം, കോഴ്സീവ് ഫോഴ്സ്, ഇത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ പറയുന്നുണ്ട്. സാച്ചുറേഷൻ പോയിന്റിൽ ഒരു മാഗ്നറ്റ് എന്തായി മാറി? ഫുള്ളി മാഗ്നറ്റ് ആയിട്ട് മാറി. റിറ്റന്റിവിറ്റി എന്ന് പറഞ്ഞാല് എബിലിറ്റി ടു എ മെറ്റീരിയൽ ടു റീറ്റെയിൻ മാഗ്നറ്റിസം ആഫ്റ്റർ ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റിമൂവ്ഡ്. അതിന് അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഫീൽഡ് ഒഴിവാക്കി കഴിഞ്ഞാലും അതില് റെമനന്റ് ആയിട്ട്, അതായത് അതിന് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് റീറ്റെയിൻ ചെയ്യാനുള്ള അതിന്റെ കഴിവിനെയാണ് അതിന്റെ റിറ്റന്റിവിറ്റി എന്ന് പറയുന്നത്. ഹൈ റിറ്റന്റിവിറ്റി ഉള്ളത് പെർമനന്റ്, ഗുഡ് പെർമനന്റ് മാഗ്നറ്റ്സിനാണ്. പിന്നെ കോഴ്സീവിറ്റി എന്ന് പറഞ്ഞാല് റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർഡ് ടു റെഡ്യൂസ് ദ റെസിജ്വൽ മാഗ്നറ്റിസം. ഡെവലപ്പ് ചെയ്ത റെസിജ്വൽ മാഗ്നറ്റിസത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അത് ഹൈ കോഴ്സീവിറ്റി എന്ന് പറഞ്ഞാല് ഡിഫിക്കൽട്ട് ടു ഡീമാഗ്നറ്റൈസ്. ഒരു മാഗ്നറ്റിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ കൊടുക്കുന്ന നെഗറ്റീവ് ഫീൽഡ് അത് ഹൈ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡീമാഗ്നറ്റൈസ്. അപ്പൊ ഹിസ്റ്റീരിസിസ് ലോസ് എന്താണ്? ദ എനർജി ലോസ്റ്റ് ആസ് ഹീറ്റ് ഡ്യൂറിങ് വൺ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ. ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റ് ആക്കി എടുക്കാൻ വേണ്ടി സ്പെൻഡ് ആവുന്ന എനർജി ലോസ് ആണ് ഹിസ്റ്റീരിസിസ് ആ ലൂപ്പ് കാണിക്കുന്നത്. ലാർജർ ലൂപ്പ് ആണെങ്കിൽ ഗ്രേറ്റർ ഹിസ്റ്റീരിസിസ് ലോസ് ആയിരിക്കും. Hysteresis is the lag of magnetization behind the applied magnetic field. ഇങ്ങനെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ എടുത്ത് എഴുതിയത്. ലാഗ് ഓഫ് മാഗ്നറ്റൈസേഷൻ ബിഹൈൻഡ് ദ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. നെക്സ്റ്റ് വൺ സ്ലൈഡ് പോയിട്ടുണ്ട് മാഡം. സ്ലൈഡ് കാണുന്നില്ല. ഓക്കെ, ഇപ്പൊ കാണാം. കാണുന്നുണ്ടോ? ഓക്കെ, റിറ്റന്റിറ്റി റെമനൻസ് ഒക്കെ സ്ക്രോൾ ചെയ്തപ്പോ കണ്ടോ? അത് കണ്ടു, പിന്നെ പോയി. റെഡി ആയോ? റെഡി ആയിട്ടുണ്ടോ? ഇപ്പൊ കാണാം. സ്ലൈഡിലാണ്. കോഴ്സീവിറ്റി അല്ലേ നമ്മുടെ നിലമ്പൂരിലെ ജിജു സഖാവ് എന്തോ ഒരു ഇത് ചെയ്യുന്നുണ്ടല്ലോ. ജിജു സഖാവ് സ്ക്രീന് ഷെയർ ചെയ്തിട്ടുണ്ട്. ജിജു ഷെയർ സ്ക്രീൻ ചെയ്യണ്ട. അത് കാണുന്നുണ്ടോ? കണ്ടിന്യൂ ചെയ്യട്ടെ. ഹൈ കോഴ്സിറ്റി ഉള്ള മെറ്റീരിയൽസിന് ഡിഫിക്കൽട്ട് ടു ഡീമാഗ്നറ്റൈസ് ആണ്. ഹിസ്റ്റീരിസിസ് ലോസ് എന്ന് പറഞ്ഞാൽ എനർജി ലോസ് ആണ്. റിക്വയർഡ് ടു കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. ഹിസ്റ്റീരിസിസ് ലോസ് ലാർജർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റീരിസിസ് ലോസ് കൂടുതലാണ്. കീ പോയിന്റ്സ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആവർത്തിച്ച് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളിൽ വന്നിരിക്കുന്ന പോയിന്റ്സ് മാത്രം എടുത്ത് ഉണ്ടാക്കിയതാണ്. ഹിസ്റ്റീരിസിസ് ലോസ്, ലാഗ് ഓഫ് മാഗ്നറ്റൈസേഷൻ ബിഹൈൻഡ് ദ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. നെക്സ്റ്റ് വൺ ഏരിയ ഓഫ് ഹിസ്റ്റീരിസിസ് ലൂപ്പ് എന്ന് പറഞ്ഞാല് ഹിസ്റ്റീരിസിസ് ലോസ് ആണ്, അതായത് എനർജി ലോസ് ആണ്. സോഫ്റ്റ് ആൻഡ് നാരോ ലൂപ്പാണ്, ലോ ഹിസ്റ്റീരിസിസ് ലോസ് ആണ്. ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. ഓർത്തിരിക്കുക,
സോഫ്റ്റ് അയണിന്റെ പ്രത്യേകത. നെക്സ്റ്റ് വൺ, സ്റ്റീല് വൈഡ് ലൂപ്പ് ആണ്, ഹൈ റിറ്റന്റിവിറ്റി ആണ്, ആൻഡ് ഹൈ കോഴ്സിവിറ്റി ആണ്, മേക്കിംഗ് സ്യൂട്ടബിൾ ഫോർ പെർമനന്റ് മാഗ്നറ്റ്. കുറച്ച് ക്വസ്റ്റ്യൻസ്. റിറ്റന്റിവിറ്റി ഈസ് ദ എബിലിറ്റി ടു loss magnetism, retain magnetism after removing the field, conduct electricity, increase resistance. Retain the magnetism after removing. Retain magnetism after removing the field. അപ്ലൈ ചെയ്ത ഫീൽഡ് ഒഴിവാക്കി കഴിഞ്ഞാലും അതിനകത്ത് കുറച്ച് മാഗ്നറ്റിസം ഇൻബിൽഡ് ആയിട്ടിരിക്കും. അതിനാണ് റിറ്റന്റിവിറ്റി എന്ന് പറയുന്നത്. Which material has high coercivity? Soft iron, steel, copper, aluminum. Okay, copper. Soft iron is used for transformer core because it has നേരത്തെ ലൂപ്പാണ്. ഹാർഡ് മാഗ്നറ്റിന്റെയും സോഫ്റ്റ് മാഗ്നറ്റിന്റെയും ഹിസ്റ്റീരിസിന്റെ BH കർവ് കാണിച്ചിരിക്കുന്നതാണ്. BH കർവിന്റെ ഏതാ? മുകളിലേക്ക് പോണോ? രണ്ടാമത്തെയാണോ? Which material has high coercivity? Steel answer. Which material high coercivity പറഞ്ഞാല് മാഗ്നറ്റൈസേഷൻ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാലും ഹലോ നെഗറ്റീവ് മാഗ്നറ്റൈസേഷൻ കൂടുതൽ കൊടുത്തെങ്കിലേ ഉള്ളൂ തിരിച്ചതിനെ എന്ത് ചെയ്യാൻ പറ്റുക? ഡിമാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുക. അത്തരം മെറ്റീരിയലിന് പെർമനന്റ് മാഗ്നറ്റ് പോലുള്ള മെറ്റീരിയൽസിന് ഹൈ കോഴ്സിവിറ്റി ആയിരിക്കും. പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഏതാ ഉള്ളത്? ഓക്കെ. സോഫ്റ്റ് അയൺ ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫോമർ കോർസ് ബിക്കോസ് high hysteresis loss, low permeability, low hysteresis loss, high resistance. ഏതാണ്? Low hysteresis loss അല്ലേ? ഇതാണ് കർവ്. ഹാർഡ് മാഗ്നറ്റ് ഇങ്ങനത്തെ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിൽ ഏത് മെറ്റീരിയൽ ആണ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് നിങ്ങൾ റിപ്ലൈ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നെക്സ്റ്റ്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. whenever there is a change in magnetic flux linked with a coil, an EMF induced in the coil. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ സൗണ്ട്? ഫാരഡേസ് ഫസ്റ്റ് ലോ, ഫാരഡേസ് സെക്കൻഡ് ലോ. ഫസ്റ്റ് ലോ പറയുന്നത് എന്താണ്? ഒരു കണ്ടക്ടറിന്റെ അകത്ത് ഞങ്ങൾ പറയണോ പറയണ്ടില്ല. ഫസ്റ്റ് ലോ കഴിഞ്ഞു. സെക്കൻഡ് ലോ, ദ റേറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് അങ്ങനെ ഉണ്ടായ EMFന്റെ മാഗ്നിറ്റ്യൂഡ്. ഫസ്റ്റ് ലോ പ്രകാരം ഉണ്ടായ EMFന്റെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് ഓൺ എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദ ഇക്വേഷൻ നോക്കുക. E is equal to -n into d∅/dt. നിങ്ങൾക്ക് അറിയാം മൈനസ് സൈൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ലെൻസസ് ലോ which opposes the cause of production. ഫസ്റ്റ് ലോ പറയുന്നത് ഒരു EMF ഉണ്ടാവും എന്ന് പറയുന്നു. സെക്കൻഡ് ലോ പറയുന്നു ആ EMFന്റെ മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം ഉണ്ടാവും എന്നാണ് രണ്ടാമത്തെ ലോ പറയുന്നത്. അതില് ഈ നെഗറ്റീവ് സൈൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലെൻസസ് ലോ ഗീവ്സ് ദ ഡയറക്ഷൻ. ആപ്ലിക്കേഷൻ ജനറേറ്റേഴ്സ്, ട്രാൻസ്ഫോമർ, ഇൻഡക്ഷൻ മോട്ടോഴ്സിലൊക്കെ ഉള്ള ആപ്ലിക്കേഷൻസ്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ നേരത്തെ നമ്മൾ പഠിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. എ കോയിൽ ഹാസ് 200 ടേൺസ് ആണ്. അതിന്റെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യാണ്. ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദ കോയിൽ ചേഞ്ചസ് ഫ്രം 0.1 to 0.04 വെബർ. അതിന്റെ ടൈം തന്നിട്ടുണ്ട് 0.2 സെക്കൻഡ്. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ് അറിയാം, ∅1 അറിയാം, ∅2 അറിയാം, ടൈം അറിയാം. അപ്പോ ∅1ഉം ∅2ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് എടുത്തെഴുതി. അതിന്റെ
മോഡുലാർ വാല്യൂ നോക്കി ഈക്വേഷൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. ആൻസർ 60. നെക്സ്റ്റ് ഫ്ലക്സ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ക്വസ്റ്റ്യൻ ഇടാൻ വിട്ടുപോയതാണ്. ഫ്ലക്സ് ചേഞ്ചിങ് അറ്റ് ദ റേറ്റ് ഓഫ്. ചേഞ്ച് ചെയ്യുന്ന റേറ്റ് തന്നിട്ടുണ്ട്, അതിന്റെ ടേൺസിന് എണ്ണം തന്നിട്ടുണ്ട്, അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നും അറിയാം, d∅dt അറിയാം. E = n × d∅dt വെച്ചിട്ട് ആൻസർ ചെയ്യാം. വിച്ച് ടൈപ്പ് ഓഫ് EMF ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ട്രാൻസ്ഫോമർ? സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. അടുത്ത 1 വെബർ ഈസ് ഈക്വൽ ടു 8 lines. ആണ് ഞാൻ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ബാക്കി ഇതില് പോർഷൻസിൽ വരുന്ന നമ്മളെ കപ്പാസിറ്റേഴ്സ് ഉണ്ടാവും, കുറച്ച് സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് തുടങ്ങിയ കുറച്ചുകൂടി ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം. ഈ നോട്ട്സ് ഇതിൽ ഷെയർ ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ ഫോളോ ചെയ്ത കാര്യങ്ങൾ ഇത്രയാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പഠിച്ചു, ഡിഫറെന്റ് ടൈപ്പ് പാര, ഡയ, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്താന്ന് പറഞ്ഞു. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും കവർ ചെയ്തില്ലല്ലോ അല്ലെ? ഇല്ല, എടുത്തില്ല. എടുത്തോ? ഇല്ല. പിന്നെ മാഗ്നറ്റിക് ടേംസ്, MMF, ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് എടുത്ത ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ. ഇനി ഇതിൽ ബാക്കിയുള്ള ടേംസ് ആണ്. കപ്പാസിറ്റർ, അതിന്റെ ടൈപ്പും ഫംഗ്ഷൻസും ഉണ്ട്. ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് റൂൾസും ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ സാറേ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം. വേറെ എന്തെങ്കിലും ഇതില് എന്തെങ്കിലും ഈ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മറുപടി പറയാൻ വേണമെങ്കിൽ, ആർക്കെങ്കിലും ചോദിക്കാണ്ടെങ്കിലും ചോദിക്കാം. എന്നാ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഗണേഷ് ചേട്ടാ, അംജിത് ഒറ്റ മിനിറ്റ്. നമ്മള് പൊതുവെ ഇപ്പൊ നമ്മള് 2 മോഡ്യൂൾ കഴിഞ്ഞു, 3 മോഡ്യൂൾ ക്ലാസ് കഴിഞ്ഞു. നമുക്ക് ഇത്രത്തോളം അസസ്മെന്റുകളും കഴിഞ്ഞു. ഇതായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ, നിർദ്ദേശങ്ങൾ വെക്കാനുണ്ടെങ്കിൽ മീറ്റിംഗിൽ പറയാം, നമുക്കത് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാം. ഹലോ, നമുക്ക് ഈ നോട്ടൊക്കെ തരുന്നതിന്റെ കൂടെ നമ്മളൊരു ഇത് വരുന്നുണ്ടല്ലോ, നമ്മളെ CITUവിന്റെ ഒരു റെഡ് കളറില്. അതൊന്ന് പിന്നെ നമ്മളെ ലെറ്ററിനെ ഒഴിവാക്കി പിടിക്കാനുള്ള എന്തെങ്കിലും ചെയ്യോ? അത് എനിക്ക് മനസ്സിലായി ഉദ്ദേശിച്ചത്. നമ്മൾ വാട്ടർമാർക്ക് ചെയ്ത് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാല് അതങ്ങനെ സംഘടനേന്റെ ഒരു അസറ്റ് ആയിട്ട് അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് പ്രിന്റ് വായിക്കുമ്പോ PDF വായിക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ ചിലപ്പോൾ പ്രിന്റ് എടുക്കുമ്പോൾ കുറച്ച് കളർ കൂടി വരുന്നുണ്ടാവും. അത് നമുക്കൊന്ന് ലൈറ്റൻ ചെയ്യാം, കളർ ലൈറ്റൻ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് കുറച്ചാൽ മതി. ചെയ്യാം, ലൈറ്റൻ ചെയ്യാം. വേറെ അസസ്മെന്റായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും സജഷൻസ്? അസസ്മെന്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ആയിട്ട് സെപ്പറേറ്റ് ഒന്ന് PDF ആയിട്ട് ഇടുവോ? അത് ചെയ്യാറുണ്ട്, എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. നമ്മൾ അസസ്മെന്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ്, കാരണം അത് TOTമാരാണ് അത് ചെയ്യുന്നത്. അപ്പൊ TOTമാർ അതൊന്ന് വെരിഫൈ ചെയ്ത് കുറച്ച് അഡീഷണൽ, ചിലപ്പോൾ ചില അസസ്മെന്റ് 25 ക്വസ്റ്റ്യൻസിന്റെ അസസ്മെന്റ് നമ്മൾ ചെയ്യാറ്. ഒരു 10-35 ക്വസ്റ്റ്യൻസ് അവർ PDF ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് അസസ്മെന്റ് ഒന്ന് നോക്കാം, ഏതെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിടാം. പിന്നെ ഇതില് പിന്നെ ഡിപ്ലോമക്കാരൊക്കെ ഉണ്ട് ഇതില്. അപ്പൊ നമ്മള് എഴുതുന്നോണ്ട് കാര്യം ഉണ്ടാവും കുറെ ആൾക്കാരോട് ചോദിച്ചു. ഡിപ്ലോമ അല്ല, അതില് ഡിസിഷൻ എടുക്കേണ്ടത് PSC ആണ്. അപ്പൊ ബോർഡിനെ സംബന്ധിച്ച് ബോർഡ് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ
റൂൾസ് അനുസരിച്ച് ITI ക്വാളിഫിക്കേഷനിലെ ആളുകൾ വേണം ലൈൻമാൻ തസ്തികയിൽ ജോലി ചെയ്യാൻ. അപ്പൊ ITI ക്വാളിഫിക്കേഷനെ ബോർഡിന് കൊടുക്കുള്ളൂ. അതും ഡിപ്ലോമക്കാർക്ക് എഴുതണോ റെസ്ട്രിക്ട് ചെയ്യണോ രണ്ടും യോഗ്യതയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം PSC ആണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നു പല ആളുകൾ അങ്ങനെ റെപ്രസെന്റേഷൻ PSCക്ക് കൊടുത്തിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടും അല്ലാതെയും നേരത്തെ റെപ്രസെന്റേഷൻ PSCയിൽ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ മീറ്റർ റീഡർമാരുടെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ കേസും നിലനിൽക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അല്ല രഞ്ജിത്ത്, അതന്നെയല്ല അതിന്റെ അപ്ഡേറ്റ്? നമ്മളൊക്കെ ഓൾറെഡി ഡിപ്ലോമക്കാരാണ്, പക്ഷെ ഓൾറെഡി KCBയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മള് പിന്നെ കോൺട്രാക്ട് വർക്കേഴ്സിന്റെ ഇതിലൊക്കെ ഉള്ളതാണ്. നമ്മോട് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ അതുമായിട്ട് എന്തെങ്കിലും മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടാകുമ്പോ സ്റ്റേറ്റ് കമ്മിറ്റിയോ ബന്ധപ്പെട്ടുകൊണ്ട് മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് റെപ്രസെന്റേഷൻ എന്നുള്ള രീതിയിൽ തലകുത്തി എത്തിയിട്ടുണ്ട്. പക്ഷെ അതിന് ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് PSC ആണല്ലോ. ബോർഡിന് അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പൊ അത് ആ രീതിയിൽ തന്നെ അതിന് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു മൂവ്മെന്റ് PSCയിലൂടെ തന്നെ പോകേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ രഞ്ജിത്ത് ആരെങ്കിലും ഉണ്ടോ മീറ്റിംഗിനകത്ത് ഉണ്ടെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ നന്നാവും. കാര്യം തോന്നുന്നുണ്ട്. അല്ല, അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചൊരു എക്സാം ഉണ്ട്, നമുക്ക് പരമാവധി ശ്രമിച്ചത് എഴുതുക. ബാക്കി തീരുമാനങ്ങൾ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. ചിലപ്പോ അത് അങ്ങനെ അല്ല വേണ്ടത്, ചിലപ്പോ അത് കോടതിയിൽ പോവും, കോടതിയിൽ കേസുകൾ നടക്കും. നമ്മൾ അതിനങ്ങനെ ഈ എക്സാം പോസിറ്റീവായിട്ട് കാണുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം. നമുക്ക് എഴുതുക, ട്രൈ ചെയ്യുക. കുറെ കാലത്തിന് ശേഷം ബോർഡിൽ വരുന്ന ഒരു എക്സാം ആണ്, അത്യാവശ്യം നല്ല വേക്കൻസി വരുന്നതാണ്. അർത്ഥത്തിൽ ഇനി പഠിച്ചെഴുതുക. അതിന്റെ കൂടെ തന്നെ നമ്മളിപ്പോ ഓൾറെഡി ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് KCBയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സാധനമൊക്കെ അങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബോർഡ് അത് അങ്ങനെ ചെയ്യുമോന്ന് സാധ്യത കുറവാണ്. ചിലപ്പോൾ ഈ ഇന്റർവ്യൂവിനൊക്കെ അതൊരു ആഡ് ഓൺ ആയിരിക്കും. ഇന്റർവ്യൂ സമയത്തൊക്കെ KCBയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു പരിചയം ഇന്റർവ്യൂവിൽ ഒരു മുൻതൂക്കം കിട്ടും എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് വേറെ PSCയിൽ ഇപ്പൊ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ അഡ്വാൻറ്റേജ് അതിന് കിട്ടാനില്ല. ഓക്കെ, നമുക്കിന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് സമ്മപ്പ് ചെയ്യാം. അംജിത് CC ഉണ്ടോ? മീറ്റിംഗിലുണ്ടോ? വേറെ ആരെങ്കിലും രമേശേട്ടൻ സൈറ്റേട്ടൻ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാണ്ടെങ്കിൽ കൂട്ടിച്ചേർത്തിട്ട് നന്ദി. ഇല്ല, അതിലിപ്പോ ഈ പറഞ്ഞ സംശയത്തിലേ ഈ നിലവിലെ മീറ്റർ റീഡർമാരുടെ ഒരു കേസ് ഉണ്ടല്ലോ ഡിപ്ലോമക്കാരുടെ വിഷയത്തിലേ. ആ കേസിന്റെ ജഡ്ജിമെന്റ് അനുസരിച്ചിട്ട് അതിൽ ബാക്കി വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ എന്തായാലും ഇപ്പൊ സുഹൃത്ത് പറഞ്ഞ മാതിരി ഇപ്പൊ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. അപ്പൊ PSC നിങ്ങൾ അപ്ലിക്കേഷൻ റിജക്ട് ചെയ്തിട്ടൊന്നുമില്ല നിലവില്. അത് പഠിക്കുക, എഴുതുക, ബാക്കി അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിലൊരു ഇത് പറയാനുള്ളത്. അതന്നെ ഉള്ളു, വേറെ ഒന്നും പറയാനില്ല. അതിന്റെ അപ്പ് ചെയ്തോളൂ. അപ്പൊ നന്ദി പറയണേ. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ KCBയെ ജനോപകാരപ്രദമായിട്ടും നിലനിർത്തുന്നതും ജീവനക്കാരുടെ അവകാശങ്ങളൊക്കെ വേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഇലക്ട്രിസിറ്റി മേഖലയിലെ തന്നെ ബഹുഭൂരിപക്ഷം പേരും അണിനിരന്നിട്ടുള്ളതുമായിട്ടുള്ള സംഘടനയായിട്ടുള്ള നമ്മുടെ KCB വർക്കേഴ്സ് അസോസിയേഷൻ. ആ വർക്കേഴ്സ് അസോസിയേഷൻ KCBയിലെ ആകർഷകവും ജനോപകാരപ്രദവുമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്ന മസ്ദൂർ തസ്തികയിലേക്ക് PSC നടത്തുന്ന പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൗജന്യ പരിശീലന ക്ലാസിന്റെ 3ാമത്തെ ക്ലാസ്സാണ് ഇന്നിവിടെ എടുത്തത്. ഇത്തവണ ഈ മസ്ദൂർ തസ്തികയിലേക്ക് കൂടുതൽ ഒഴിവുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരിശീലന ക്ലാസ് പങ്കെടുക്കുന്ന എല്ലാവരും ഈ ക്ലാസ് പരമാവധി പ്രയോജനപ്പെടുത്തി ഈ സ്വപ്ന ജോലി നേടിയെടുക്കണമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പൊ ഇന്ന് നമുക്ക് ഈ ക്ലാസ് ഇവിടെ എടുത്തത് തിരൂര് ഡിവിഷനിലെ ആലത്തൂര് സെക്ഷനിലെ എഞ്ചിനീയറായിട്ടുള്ള ബിനി മാഡമാണ്. ബിനി മാഡത്തിന് ഊഷ്മളമായിട്ട് ഈ ക്ലാസ് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞത് തിരൂര് ഡിവിഷൻ സെക്രട്ടറി സഖാവ് അംജത്താണ്. അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിശീലന ക്ലാസ് ഇവിടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഞ്ചേരി ഡിവിഷൻ സെക്രട്ടറി സഖാവ് സുജിത്ത് സഖാവ്, അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത സംസ്ഥാന ഭാരവാഹികള്, അതുപോലെ തന്നെ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ, ഈ ക്ലാസ്സിൽ പങ്കെടുത്ത പഠിതാക്കള്, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് കോർഡിനേറ്ററുടെ അനുമതിയോടുകൂടി ഈ പരിശീലന ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചിട്ട് അറിയിക്കും.